എന്റെ അമ്മേ. സാറേ, അടുത്ത സീനിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ സാറേ? ഐഡിയ മനുഷ്യനോട് രണ്ടിന് പോകാൻ സ്ഥലം കാണാത്തന്നെ ടെൻഷനില്ല. അതിന്റെ ഇടയ്ക്കാ തന്റെ ഒരു സീൻ. ഇവിടെ എവിടെയെങ്കിലും വെളിക്കിരിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടെന്ന് അന്വേഷിക്കണോ? സഹസംവിധാനാന്ന് പറഞ്ഞു നടക്കുന്നത്. പോടോ. ഓ, രാവിലെ കഴിച്ച മുട്ടയുടെ ആയിരിക്കും. ഞാൻ കുറച്ച് സെലക്ട് ചെയ്യുമോ? അല്ല, നിലനിൽപ്പില്ല. എന്താ തന്റെ അഭിപ്രായം? റോഡിൽ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ എടുത്തിട്ടുണ്ടോ? ഉണ്ട് സാർ. അടുത്ത സ്റ്റേഷനിൽ അറിയിക്കാതെ എങ്ങനെയാണോ പെർമിഷൻ കിട്ടുന്നത്? സാർ, ഞാൻ മാനേജർ. താൻ എന്ത് മാനേജറാണോ? സാർ, ശരിക്കും മാനേജർ അല്ല സാർ. അപ്പൊ താനാരാ? ഞാനിവിടെ ചായ എടുക്കാൻ നിന്ന പയ്യനാ സാർ. ഡയറക്ടർ സാർ പറഞ്ഞു മെമ്പർഷിപ്പ് ഇല്ലേ, അതുകൊണ്ട് മാനേജറായി നിൽക്കാൻ. ഓഹോ, ആരാടോ തന്റെ ഈ ഡയറക്ടർ? സാർ കേട്ടിട്ടില്ലേ? ജസ്പാൽ റാണ. ആരെ കാണുന്ന? ജസ്പാൽ റാണ. കേട്ടിട്ടില്ല, പക്ഷെ ഇപ്പൊ കേട്ടു. കേട്ടിട്ടൊരു ഷക്കീല പടത്തിന്റെ ഡയറക്ടറുടെ പേര് പോലെയുണ്ട്. വിളിക്കണേ. എന്താ സാർ ഷക്കീല എന്ന് പറഞ്ഞപ്പോ ഒരു പുച്ഛം? സാറിന് കാര്യം മനസ്സിലാക്കണം. ഒരു കാലഘട്ടത്തിൽ തകർന്നടിഞ്ഞ മലയാള സിനിമയെ താങ്ങി നിർത്തിയിരുന്നതേ ഈ ഷക്കീലയുടെ അഴിവുകളായിരുന്നു. എന്താ വേറെ പ്രശ്നം? പബ്ലിക് റോഡിൽ പെർമിഷൻ ഇല്ലാതെ ഷൂട്ട് ചെയ്യാൻ പാടില്ല. ഓഹോ, റോഡാരുടെ തന്തയുടെ വകയൊന്നുമല്ലല്ലോ. പെർമിഷൻ ഇല്ലാതെ റോഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. ആരാണ് ഇവിടുത്തെ എസ് ഐ? പുതിയ ആളാ. അതാ കുഴപ്പം. താൻ ആ ഫോൺ നിർത്തി എസ് ഐ വിളിക്കേ, ഞാൻ സംസാരിക്കാം. സാർ, ഞാൻ നാരായണനാണ്, ഹെഡ് കോൺസ്റ്റബിൾ. ലൊക്കേഷൻ ഉണ്ട് സാർ. ഡയറക്ടറിന് സാറിനോടോ സംസാരിക്കണമെന്ന്. പേരോ? ജസ്പാൽ റാണ. അങ്ങനെയാണ് പേര്. സാറിന് അറിയോ? ഞാൻ കൊടുക്കാം. ഹലോ, ഡയറക്ടർ ജസ്പാൽ റാണ സ്പീക്കിംഗ്. നമസ്കാരം സാർ. അല്ല, പെർമിഷൻ ഇല്ലാതെ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഓ, ഞാൻ നേരിട്ടൊന്ന് എഴുതി തരണോ? ഓ ഷുവർ, ഞാൻ വരാം, ഇപ്പൊ തന്നെ വരാം. ഓ, താങ്ക് യു. അദ്ദേഹത്തിന് എന്നെ നല്ലതുപോലെ അറിയാം. ഞാൻ നിങ്ങളുടെ കൂടെ ഒന്ന് വന്നാൽ മതി. ഞാനൊന്ന് എഴുതി കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ആയിക്കോട്ടെ, നമുക്കിപ്പോ തന്നെ പോയേക്കാം. അവിടെയാണെങ്കിൽ ബാത്റൂമും ഉണ്ട്. രണ്ടും നടക്കും. ഓഹോ, ഒരു വെടിക്ക് രണ്ട് പക്ഷി. അതെ, കൊള്ളാം. കയറിയോ? അങ്ങോട്ട് കയറിക്കോ. ഞാനൊരു സിനിമാ സംവിധായകനാണ്. വണ്ടി വിടെ. താനോ? താൻ ഇന്നലെ എന്റെ അടുത്ത് ചാൻസ് ചോദിച്ചു വന്നല്ലേ? എന്താ ഈ വേഷത്തില്? ഇവിടെ എന്താ പരിപാടി? എനിക്കിവിടെ ചെറിയൊരു റോളുണ്ട്. ഞാൻ ഈ സ്റ്റേഷനിലെ എസ് ഐ ആണ്. സാർ, എഴുന്നേറ്റാട്ടെ. തന്റെ അടുത്ത് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഞാൻ ചാൻസ് ചോദിച്ചു വന്നപ്പോ താൻ എന്താ പറഞ്ഞത്? അനുഭവങ്ങൾ വേണം. അനുഭവങ്ങൾ ഇല്ലാത്തവനൊരു സിനിമാ സംവിധായകൻ പോയിട്ട് ഒരു പ്രൊഡക്ഷൻ ബോയ് പോലും ആകാൻ പറ്റത്തില്ലെന്ന്. താൻ ചെയ്ത സിനിമകളൊക്കെ ഞാനും കണ്ടിട്ടുള്ളത്. ഏത് സിനിമയാണോ 2 ദിവസമെങ്കിലും ഓടിയിട്ടുള്ളത്? ഇല്ല. തനിക്ക് എന്ത് അനുഭവമാണോ ഉള്ളത്? ഒരനുഭവം ഇല്ല. ഞാൻ തനിക്ക് നല്ലൊരു അനുഭവം തരട്ടെ? തരൂ, പ്ലീസ് തരൂ. ഇത് തന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരിക്കും, എന്റെയും. ഈ അനുഭവം ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ നല്ലൊരു സിനിമ എടുക്കും. മൂത്രം ഇനി ഏതുവഴി ഒഴിക്കുവാവോ? ഇന്നു മുതൽ ഞാൻ അനുഭവങ്ങൾ തേടി ഇറങ്ങുകയാണ്. നല്ല നല്ല പുതിയ അനുഭവങ്ങൾ എന്റെ കൺമുമ്പിൽ കാണിച്ചു തരണേ എന്റെ ദേവി. ഒരു സിനിമാ സംവിധായകനാകാനുള്ള അനുഭവങ്ങൾ തരണേ. 10 രൂപ കൊടുത്തു വാങ്ങിയ തേങ്ങ ഞാൻ നിനക്ക് വേണ്ടി അർപ്പിക്കുകയാണ്. എല്ലാം മംഗളമാക്കി തരണേ എന്റെ ദേവി. ദേവിയെ വല്ലാണ്ടങ്ങ് ഡിസ്റ്റർബ് ചെയ്യണ്ട. പതുക്കെ വിളിച്ചാൽ കേക്കും. രക്ഷിക്കണേ. തേങ്ങ പൊട്ടിയില്ലല്ലോ. സോറി. ഏത് പോലീസുകാരനും ഒരബദ്ധം പറ്റും. താങ്ക് യു. എന്താ പേര്? സുധാകരൻ. സുധാകരൻ. ഓ, ഞാൻ ആകെ അങ്ങ് ഭയന്നു പോയി. സോറി കേട്ടോ, സോറി. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അടി കൊടുത്തുള്ള അനുഭവമേ ഇതുവരെ എനിക്കുള്ളൂ. ആദ്യമായിട്ടാണ് അടി കിട്ടിയ അനുഭവം. ദേവി, നീ എന്റെ പ്രാർത്ഥന കേട്ടു.
എന്നെ അടിയാ ദേവി അവൻ അടിച്ചത്. വല്ലാത്തൊരു അനുഭവമായി പോയി. ദേവി മഹാമായ. പണി പാളിന്നാ തോന്നുന്നു. അതെ, അനുഭവങ്ങൾ പാളിച്ചകൾ, അനുഭവങ്ങളെ നന്ദി, അനുഭവം ഗുരു. ഇതിന്റെയൊക്കെ ഒറിജിനൽ DVD എടുത്തേ. അല്ല സാറേ, ഇത് പെട്ടെന്ന് പറഞ്ഞാൽ. പെട്ടെന്ന് വേണ്ട, ഞാൻ വെയിറ്റ് ചെയ്യാം. പിന്നെ എന്നെ കളിപ്പിച്ചാലുണ്ടല്ലോ, വ്യാജ CD വിറ്റതിന്റെ പേരിലല്ല, വ്യാജ CD വിൽക്കാത്തതിന്റെ പേരിൽ ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യും. അതെന്തിനാ സാർ? പുതിയൊരു അനുഭവം ആയിക്കോട്ടെ. അത് കൊള്ളാം സാർ, അനുഭവ അരവിന്ദൻ തന്നെ. അനുഭവങ്ങൾ പാളിച്ചുകൾ ഇതായിരിക്കുന്നു സാർ. ഇതാ സാർ, എല്ലാം ഒറിജിനലാണ് സാർ. ഇത് വെച്ച് ഞാനൊരു കലക്ക് കലക്കും. പിന്നെ ഇതിന്റെ കാശ്, ഇത് വെച്ച് എനിക്ക് അനുഭവം ഉണ്ടായാൽ നിനക്ക് കാശ് കിട്ടും. പാളിച്ചകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിന്റെ ഷട്ടർ ഇടാൻ തയ്യാറായിക്കൊള്ളു. മലയാള സിനിമാ ലോകത്തിന് കാക്കിക്കുള്ളിൽ ഒരു സംവിധായകനെ കിട്ടാൻ ഇനി അധികം നാൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? കലാകാരന്മാരെ അങ്ങനെയാണ്. കമോൺ. അല്ല നമസ്കാരം. ഞങ്ങള് വൈകില്ലോ അല്ലേ? ഇതാണ് പയ്യൻ, ഇത് പയ്യന്റെ അമ്മ. വരൂ, അകത്തേക്ക് ഇരിക്ക്. അച്ഛനും അമ്മയും പെട്ടെന്ന് വാ. അല്ല അല്ല എടാ, മതി മതി മതി. എന്നെ വിളിക്കാം. ശകലം വഴി കൊടുത്തരാ പാപ്പ. അതാ വരുന്നു. വരൂ. വരൂ. അല്ല അല്ല ഞാൻ സിംഗപ്പൂരിൽ ഇപ്പൊ ലാൻഡ് ചെയ്തല്ലോ. അതെ, ഓക്കെ, പിന്നെ വിളിക്കും. ഇരിക്കൂ. ഹായ്. നമസ്കാരം. ഇത് കംപ്ലീറ്റ് മരമാണല്ലേ? ഇത് ഊട്ടിയാണോ? ഈട്ടിയാണോന്ന്? സിംഗപ്പൂർ ഈട്ടിക്ക് ഊട്ടി എന്നാ പറയുന്നത്. ഊട്ടി ഊട്ടി. എക്സ്ക്യൂസ് മീ, ഇത് താങ്കളുടെ മൂത്ത മകളായിരിക്കും അല്ലേ? അല്ല, എന്റെ ഭാര്യ. ഓ, വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ ഊഹിച്ചു. കണ്ട പ്രായം തോന്നില്ല. ഇല്ല 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 ഇല്ല. അല്ല, അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. മോളോട് കാപ്പി കൊണ്ട് വരാൻ പറഞ്ഞു. മോളെ വിളിക്കേ. അല്ല, ഇവിടെ അപ്സ്റ്റർ മുകളിലാണോ? അതെ, സിംഗപ്പൂരൊക്കെ അപ്സ്റ്റേർ മുകളിലേക്കാ. അതുകൊണ്ടാ എല്ലാം സിംഗപ്പൂരാ. ഇരിക്കുന്നൊക്കെ അല്ല അല്ല മറ്റേ ഫോണിലോട്ട് വിളിക്ക. അല്ല 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 കൊളവാക്കല്ലേ? ആക്കൂല, ആക്കുന്നില്ല. ശരി, പിന്നെ വിളി. പാപ്പ ആശ്രയം ഇല്ലേ? ആക്രാന്ത കാണിക്കാണ്. അവിടെ ചോദിക്കേ. അവിടെ ചോദിച്ചല്ലേ? എന്താ പേര്? ശ്രീലക്ഷ്മി. നല്ല പേര്, പക്ഷെ സ്പ്രേ ഒഴിവാക്കാമായിരുന്നു. നല്ല കുഴപ്പമില്ല. ശ്രീ ശ്രീ ശശിശങ്കർ എന്ന് പറയും പോലെ ശ്രീ ശ്രീ ലക്ഷ്മി. നല്ല പേരല്ലേ? ഏതുവരെ പഠിച്ചു? BBA. ഓ, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് ആപ്പിൾ. Yeah. The soft things are beautiful, sorrows and the dear, and I don't understand your language. The department is the government security connection. I can't like that. സിംഗപ്പൂർ ഇംഗ്ലീഷ് വെള്ളം മുളച്ചോട്ടല്ലേ അറിയാം. പിന്നെ പിള്ളേരല്ലേ, എന്തേലും മാറി എന്ന് സംസാരിക്കാണ്ട് സംസാരിക്കും. അതെ അതെ, ഇനി നമ്മുടെ മുന്നിൽ വെച്ച് ചോദിക്കാൻ മടിയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. നമുക്കപ്പോ ജീവിതത്തിന്റെ ഉയർന്ന മേഖലയിലേക്ക് പോലെ അതുങ്ങൾ രണ്ടുപേരും ഒന്ന് പൊക്കോട്ടെ. ഒന്ന് സൈഡ് കൊടുത്താൽ എവിടുന്ന് നമുക്ക് അങ്ങോട്ട് കാറ്റാണ് കുട്ടി. കണ്ട. ഹായ്, പ്ലീസ് ഗെറ്റ് ഔട്ട്. ഇരിക്കൂ. യെസ്, എനിക്ക് ഇഷ്ടായി. ഐ ലൈക്ക് യു. യു ലൈക്ക് മീ? സ്റ്റോപ്പ്. എനിക്ക് മനസ്സിലായി, ഇത് വളരെ ഇഷ്ടമാണെന്ന് മനസ്സിലായി. ഐ ലൈക്ക് യുവർ സ്മൈൽ, ബട്ട് ഐ ഡോണ്ട് ലൈക്ക് യുവർ സ്പ്രേ. ഓക്കേ? അല്ല, ഇങ്ങനെ നിന്നാലെങ്ങനെ? ഇവിടെ വന്നിരി. അല്ല, ഇവിടെ വന്നിരിക്കേ. ഒന്ന് കാലു മാറ്റിയാൽ. സിംഗപ്പൂർ. അതെ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണിനെയും കൂട്ടി ചെറുക്കൻ സിംഗപ്പൂർ. ഞാൻ സിംഗപ്പൂർ വെച്ചെടുത്ത ഫോട്ടോ. തീർന്നോ? സമയം കളയാൻ അടിച്ചു മാറ്റണം. ഏയ് കുട്ടി, എനിക്ക് ഭയങ്കര ഇഷ്ടായി. ഞാൻ കുട്ടിക്ക് തരാൻ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. Look here, not only Indian, from Forgin. നോക്കൂ, when I'm in Singapore. സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഗിഫ്റ്റ് കുട്ടിക്ക് മാത്രമുള്ളതാണ്. I will take. Okay? മുല്ലപ്പൂവിന്റെ മണമുള്ള ഈ കർച്ചീഫ് എന്റെ പ്രാണസഖിക്ക് വേണ്ടി ഞാൻ വളരെ കാലം കാത്തു സൂക്ഷിച്ചതാണ്. നിനക്ക് വേണ്ടി മാത്രം. ഒന്ന് സ്മെല്ലു, ഇതൊന്ന് സ്മെല്ലു.
അങ്ങനെ അങ്ങനെ കൊല്ലു. മോളെ ഏ? ശ്രീലക്ഷ്മി മോളെ ഇവളെന്താ എങ്ങനെ കിടന്നുറങ്ങുന്നേ? चाहे कोई मुझे जिंदगी पे ഇതായിരിക്കും ചേടാ ഇവിടെ നോക്കാം ഇതെടുക്ക്, ഇതെടുക്ക്. ഇത് കണ്ടോ നോക്കേ ആ ഓരോന്നോരോന്നായിട്ട് ഊരട്ടെ. ആ, ഇതിവിടെ വെറുതെ ഇരിക്കണം. അതാ മുതലല്ലേ ഞാൻ ഊരാം. മോതിരം ഊരാൻ എനിക്കറിയാം. മോതിരം ഊരാൻ എനിക്കറിയാം. ഇങ്ങോട്ട് മാറിക്കേ. എടാ കളിക്കണ്ട, മോതിരം ഊരാൻ എനിക്കറിയാന്നേ. ആ മോതിരം നിങ്ങൾ ഒഴിക്കോ ഞാനിപ്പോ വരാം. ഇതെന്താണ് തിരിച്ചിട്ട് വരാത്ത വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത്? പേന, പേന, ഈ പേന. വാ. കഴിഞ്ഞില്ലേ ഇത് താഴെ കളഞ്ഞു. എന്താ ഈ ഫോട്ടോ കൊണ്ട് നടക്കുന്നത്? ഇത് ഫോട്ടോ എന്തിന്? എന്റെ വീടിന്റെ ഉമ്മറത്ത് കൊണ്ട് എന്റെ അച്ഛന്റെ ഫോട്ടോ എന്ന് പറഞ്ഞ് തൂക്കാം. ആ, അപ്പൊ എനിക്ക് അപ്പനായി. ഞാൻ അപ്പൂപ്പനായി. ഇതുവരെ ഊരാൻ പറ്റിയില്ല. ഈ വികൃത അത് കിട്ടിയില്ലേ? അതെ ഇതിൽ ജലദോഷമാവും. എന്നെടുക്കണ പകരും. ഇത് ഇവിടെ ഓക്കെ അത്